ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ 2024 മാനേജ്മെന്റ് റിട്ടേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ നമ്മൾ ഏകദേശം 75 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇനി നമ്മൾ ഇന്ന് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആണ്. അതായത് നമുക്ക് കുറച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് തന്നിട്ടുണ്ട്, അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് മാച്ച് ചെയ്യണം. നമുക്കറിയാം ഏകദേശം നെറ്റിംഗ് അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച്, മോഡ്ഗിലാനി ആൻഡ് മില്ലർ അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് അല്ലെ. ട്രഡീഷണൽ അപ്രോച്ച് സ്വാഭാവികമായിട്ടും നെറ്റിംഗ് അപ്രോച്ചിൽ എന്താണ് പറയുന്നത്? നെറ്റിംഗ് അപ്രോച്ചിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും എന്നാണ് നെറ്റിംഗ് അപ്രോച്ചിൽ പറയുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിൽ പറയുന്നത് എന്താണ്? അഫക്ട് ചെയ്യില്ല. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളുടെ എന്തിനെ അഫക്ട് ചെയ്യില്ല? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്, വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ട്രഡീഷണൽ അപ്രോച്ചും പറയുന്നത് എന്താണ്? അഫക്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ട്രഡീഷണൽ അപ്രോച്ചിലും പറയുന്നത്. സോ നമുക്ക് നോക്കാം. നെറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്, ഇതിൽ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് റെലവെന്റ് ആസ് ഇറ്റ് അഫക്ട് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് നെറ്റിംഗ് അപ്രോച്ച് പറയുന്നത്. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് നമുക്കറിയാം, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഓഫ് എ കോർപ്പറേറ്റ് ഡസ് നോട്ട് അഫക്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ആണ് എന്ത് പറയുന്നത്? നമ്മളുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് പറയുന്നത്. ഇനി ട്രഡീഷണൽ അപ്രോച്ച് പറയുന്ന കാര്യം, മാർജിൻ റിയൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വിൽ ബി ഈക്വൽ ടു ദ റിയൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നാണ് എന്ത് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. സോ ലാസ്റ്റ് വൺ മോഡ്ഗിലാനി മില്ലർ അപ്രോച്ച് പറയുന്നത് എന്താണ്? പ്രൊവൈഡ് എ ബിഹേവിയർ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഇറലവൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. They maintain that the cost of capital and value of the firm do not change with change in leverage. അതായത് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്? നമ്മളുടെ വാല്യൂ ഓഫ് ദ ഫേമും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. സോ എ ഈസ് 3, ബി ഈസ് 4 അല്ലെ. ബി ഈസ് 4, സി ഈസ് 1 ആൻഡ് ദ ഓപ്ഷൻ ഈസ് 4. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എബിറ്റ് ഈസ് 11,20,000 ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈസ് 3,20,000, ഫിക്സ്ഡ് കോസ്റ്റ് 7 lakh. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ കമ്പൈൻഡ് ലിവറേജ് ആണ് പറയുന്നത്. സോ കമ്പൈൻഡ് ലിവറേജ് കാണുന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. സോ ആദ്യം നമുക്ക് ഈ രണ്ട് ലിവറേജുകളും കാണണം, എന്നാലേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പൈൻഡ് ലിവറേജ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് ആദ്യം ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ്. എബിറ്റ്. സോ ഇവിടെ നമുക്ക് എബിറ്റ് തന്നിട്ടുണ്ട്. സോ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണേണ്ടത് നോക്കാം. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എബിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ്. എബിറ്റ് പ്ലസ് എഫ് സി ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് എബിറ്റ് എത്രയാണ്? 11,20,000 പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 7 lakh ആണ് വരുന്നത്. 7 lakh. ദാറ്റ് ഈസ് നമുക്ക് ആൻസർ കിട്ടുന്ന എത്രയാണ്? 18,20,000 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാം. കോൺട്രിബ്യൂഷൻ 18,20,000 ഡിവൈഡ് ബൈ എബിറ്റ് ഈസ് 11,20,000. ദ ആൻസർ ഈസ് 1.625 ആണ് വരുന്നത്. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ട് ഫിനാൻഷ്യൽ ലിവറേജ് കാണാം. ദി ഇക്വേഷൻ ഈസ് എബിറ്റ് ഡിവൈഡ് ബൈ ഇബിടി. എബിറ്റ് ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. എബിറ്റ് എത്രയാണോ നയിക്കുന്നത്? 11,20,000 ആണ്. ഡിവൈഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെ, 3,20,000 തന്നിട്ടുണ്ട്. 3,20,000. സോ ആൻസർ ഈസ് 3.5 കിട്ടും. 3.5 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കാണാം. കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. സോ 1.625 ഇൻറ്റു 3.5, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5.6875. നമുക്കത് 5.69 ആയിട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5.69. ദ ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ക്ലിയർ? സോ ഈ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് who has propounded the purchasing power parity theory. Purchasing power parity theory എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്നത്?
the rate of which the currency of one country would have to be converted into that of another country to buy the same amount of goods and services in each country. ഇതാണ് എന്ത് പറയുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിൽ പറയുന്നത്. സോ അത് പ്രൊപ്പോണ്ട് ചെയ്തത് കാസലാണ് പ്രൊപ്പോണ്ട് ചെയ്തത്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The next question is dividing a market into distinct groups of buyers on the basis of needs, characteristics or behavior who might require separate products or marketing mixes is called. നമുക്കറിയാം മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ അല്ലെ. സെഗ്മെന്റേഷൻ ആണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഓരോ സെഗ്മെന്റ് ആയിട്ട് ഓരോ മാർക്കറ്റ് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും തിരിക്കും. അവരുടെ നീഡ്സ് ക്യാരക്ടർ ഒക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും തരംതിരിക്കുന്ന മാർക്കറ്റ് സെഗ്മെന്റുകളാക്കി തിരിക്കും. ആ പ്രോസസ് നമ്മൾ പറയുന്ന പേര് എന്താണ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ. സോ ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്സ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ അല്ലെ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the term octapace has been used for which of the following content? എന്താണ് octapace എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ആൻ HRD ക്ലൈമറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് octapace എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് octapace എന്ന് പറയുന്നത്? O എന്ന് പറയുന്നത് ഓപ്പൺനെസ് ആൻഡ് C confrontation and T stands for trust, A authenticity. ഇനി അതുപോലെ തന്നെ P എന്ന് പറയുന്നത് എന്താണ്? പ്രൊയാക്ടിവിറ്റി, ഓട്ടോണമി and collaboration and experimentation. Human resource development. Okay, HRD, developing HRD climate. Option 1 ആണ് നമ്മുടെ എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The next question is who was given or suggested the 7S framework for organizational change? 7S ഫ്രെയിംവർക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം മെക്കൻസി ആണെന്ത് നമുക്ക് 7S ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് 7S ഫ്രെയിംവർക്കിൽ വരുന്നത് അല്ലെ? എന്തൊക്കെയാണ് ഈ ഫ്രെയിംവർക്കിൽ വരുന്നത് നോക്കണ്ടേ. 7S എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് സ്ട്രാറ്റജി പറയാം. സ്ട്രാറ്റജി. 2 സ്ട്രക്ചർ, സിസ്റ്റം, shared values style, staff and skills. ഇത്രയാണ് എന്ത് വരുന്നത് നമ്മുടെ 7S ഫ്രെയിംവർക്കിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. മെക്കൻസി ആണ് ഡെവലപ്പ് ചെയ്ത് 7Sകൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക. ഇനി 7Sൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും അതിൽ നിന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 7S കൂടെ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ എന്ത് ചെയ്തത് ഉൾപ്പെടുത്തിയത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83 ക്വസ്റ്റ്യൻ ആണ്. Behavior modeling is a type of training program which the organization may adopt to train its employee, which is not included in behavioral modeling. ബിഹേവിയറൽ മോഡലിംഗിൽ ഉൾപ്പെടാത്ത കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബിഹേവിയറൽ മോഡലിംഗ് നമുക്കറിയാം. ബിഹേവിയർ മോഡൽ ഒരാളുടെ സ്വഭാവം അല്ലെ, നമുക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ അവസരം കൊടുക്കുക. ദാറ്റ് ഈസ് അതൊക്കെയാണ് എന്ത് ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറയുന്നത്. സോ അതില് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മോഡലിംഗ് വരും, റോൾ പ്ലേയിങ് വരും, സോഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് വരും. അതിൽ വരാത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രസന്റിംഗ് ക്വസ്റ്റ്യൻസ്, ഫാക്ട്സ് ഓർ പ്രോബ്ലംസ് ടു ദ ലേണർ. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസോ പ്രോബ്ലംസോ കൊടുത്ത് അവരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു പ്രോസസ് അല്ല ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 4 ആണ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
അപ്പോൾ ബാക്കി 3 മോഡലിംഗ്, റോൾ പ്ലേയിങ്, സോഷ്യൽ എൻഫോഴ്സ്മെന്റ് ഒക്കെ എന്താണ് ഈ ബിഹേവിയറൽ മോഡലിംഗിന്റെ പാർട്ടാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി എന്താണ് മോഡലിംഗ് എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ബൈ മോഡലിംഗ്? മോഡലിംഗ് എന്ന് പറയുന്ന ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഡിസൈഡ് ബിഹേവിയർ ഫോർ ട്രെയിനീസ് ടു ഒബ്സർവ്. ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഡിസൈഡ് ബിഹേവിയർ ഫോർ ട്രെയിനീസ് ടു ഒബ്സർവ്. അവർക്ക് എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. എന്ത്? നമ്മളുടെ ബിഹേവിയർ, അത് ഓർഗനൈസേഷൻ ബിഹേവിയർ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് അത് കണ്ട് അവരെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ഒരു ഒബ്സർവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? നടത്തുക. ഇനി റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് എന്താണ്? അലോവിങ് ട്രെയിനീസ് ടു പ്രാക്ടീസ് ദ ഡിസൈഡ് ബിഹേവിയർ ഇൻ ഡിഫറെന്റ് സിനാരിയോസ്. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ വരും. അതായത് അവരും കൂടെ എന്ത് ചെയ്യുക? അവരും കൂടെ അത് ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റോൾ പ്ലേയിങ് വരുന്നത്. ആൻഡ് സോഷ്യൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് റീൻഫോഴ്സ്മെന്റ് ടു എൻകറേജ് ദ ഡിസൈഡ് ബിഹേവിയർ. അതായത് അവരെ അത് ആ ഒരു നമ്മളുടെ എക്സ്പെക്ടഡ് ഡിസൈഡ് ബിഹേവിയറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാം? അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്യുക. ആ പ്രോസസ്സൊക്കെയാണ് അവിടെ വരുന്നത് സോഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. സോ ഇവിടെ വരാത്തൊരു കേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. പ്രസന്റിംഗ് ക്വസ്റ്റ്യൻസ്, ഫാക്ട്സ് ഓർ പ്രോബ്ലംസ് ടു ദ ലേണർ. അവരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു പ്രോസസ് അവിടെ വരുന്നില്ല. ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റിൽ വരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഹു എമംഗ് ദ ഫോളോയിങ് പ്രപ്പോസ്ഡ് സ്ട്രക്ചറലിസ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷൻ? ആരാണ് സ്ട്രക്ചറലിസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷൻ അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചോദിക്കുന്നത് മെയ്ഡ്ലാൻഡ് സ്ട്രീറ്റൺ ആണ്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവ്സ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് ഫ്രം നബാർഡ്? അല്ലെ, നബാർഡിൽ നിന്ന് നബാർഡ് എന്താണ് ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയോ അല്ലെങ്കിൽ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം അഗ്രികൾച്ചർ സെക്ടറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന സെക്ടറാണ് നബാർഡ് എന്ന് പറയുന്നത്. സോ നബാർഡ് ആർക്കൊക്കെയാണ് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോഓപ്പറേറ്റീവ് ബാങ്ക്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇതിൽ ഏതിനൊക്കെ ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് കൊടുക്കാത്ത ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ മതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുമോ? RBI ആണ് എന്ത്? ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? കൺട്രോൾ ചെയ്യുന്നത് RBI തന്നെയാണ്. സോ RBI ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരില്ല. BCD ആണ് എന്ത് ഓപ്ഷൻ ആയിട്ട് വരിക? BCD ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ഓഫ് എന്റർപ്രൈസസ് ഓർ ഇൻഡസ്ട്രീസ് അണ്ടർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ടിൽ വരുന്ന കാര്യങ്ങൾ? MSMED ആക്ടിൽ വരുന്നത് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് പറയുന്നത്? സോ ഇവിടെ 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. 4 ഓപ്ഷൻസ്. സോ മൈക്രോ എന്റർപ്രൈസ് വരും, സ്മോൾ വരും, മീഡിയം വരും, ടൈനി എന്റർപ്രൈസസ് വരും. ലാർജ് എന്റർപ്രൈസസ് എവിടെ വരുമോ? നമ്മളുടെ മൈക്രോ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ പേരിൽ ലാർജ് എന്റർപ്രൈസസ് വരത്തില്ല. സോ ABCD ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ABCD ഓപ്ഷൻ 1 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷനും അല്ലെ, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. സോ നമുക്ക് അതൊന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെ, ചെക്ക് ചെയ്യാം. ജമാൻ ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. AIS 2 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ന്യൂഡൽഹി. ആൻഡ് VIS 1 കൗൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സ് ചെന്നൈയിലാണ്. ആൻഡ് കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ കൊച്ചിനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ദാറ്റ് ഈസ് AIS 2, BIS 1, CIS 4, AIS 2, BIS 1, CIS 4 ആൻഡ് DIS 3 ആണ് അല്ലെ. DIS 3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ? വാസ് propounded the theory of opportunities and innovations of entrepreneurship? ആരാണ് തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇന്നോവേഷൻ എന്ത് ചെയ്തത്? ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ്, പ്രൊപ്പോണ്ട് ചെയ്തതെന്നാണ്. ആരായിരിക്കും ഇന്നോവേറ്റ് ചെയ്തത്? The answer is Peter F. Drucker. Option 1 is the answer. Option 1 is the answer. Clear?
ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ആൻഡ് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കൂടെയാണ് ഉള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റീസൺസ് ഫോർ ടൈം പ്രിഫറൻസ് ഫോർ മണി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഫോർ ടൈം പ്രിഫറൻസ് ഫോർ മണി? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. BCD, CDE, ABC ആൻഡ് ABDE പറയുന്നുണ്ട് അല്ലേ. ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. പ്രിഫറൻസ് ഫോർ പ്രസന്റ് കൺസംഷൻ. റൈറ്റ്. വാല്യൂ ഓഫ് മണി വുഡ് ബി ഇൻക്രീസ്ഡ്. വാല്യൂ ഓഫ് മണി എന്താ ഇൻക്രീസ് ആണോ ചെയ്യുക? വാല്യൂ ഓഫ് മണി പോകും തോറും ഡിക്രീസ് അല്ലേ ചെയ്യുക? ഡിക്രീസ് ആണ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക്. അപ്പോ ABDE ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ABDE, അതായത് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 4. ക്ലിയർ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ് മാച്ച് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് തിയറീസ് ആൻഡ് അപ്രോച്ചസ് വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് തിയറീസ്, പ്രൊപ്പോണ്ടൻസ്. നമുക്ക് അറിയുന്നത് വെച്ച് തുടങ്ങാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ഡഗ്ലസ് മക്ഗ്രഗർ ആണ്. ERG തിയറി ആൽഡഫർ ആണല്ലേ, ആൽഡഫർ ആണ്. ഇനി അതുപോലെ തന്നെ മാനേജ്മെന്റ് ഗ്രിഡ് ഡെവലപ്പ് ചെയ്താണ് റോബർട്ട് ആർ ബ്ലേക്ക് ആൻഡ് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ റോബർട്ട് കോച്ച് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് A:2B:1 ല്ലേ. A:2B:1, C:4. A:2B:1, C:4, D:3. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 തന്നെയാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മളിപ്പോ ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് ഒരു സെറ്റ് ഒരു വീഡിയോ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.